അങ്ങനെ തമിഴ്നാടൻ ജയൻ രവിക്കെതിരെ ഭീഷണിയുമായി സ്വന്തം ഭാര്യ ആരതി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജയൻ രവിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണല്ലോ ചർച്ചാ വിഷയം. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. എന്നിട്ട് ജയൻ രവിയുടെ ഭാര്യയുടെ ഭീഷണിയിലേക്ക് നമുക്ക് കടക്കാം. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ പറഞ്ഞ ജയൻ രവി സ്വന്തം ഭാര്യയായിട്ടുള്ള ആരതിയുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. ഈ കാലയളവിൽ കെന്നിഷ എന്ന് പറഞ്ഞ ഗായികയുമായി ഡേറ്റിംഗിലായിരുന്നു ഈ പറയുന്ന ജയൻ രവി. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പല സ്ഥലങ്ങളിലും വരികയും പോവുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കെന്നിഷക്ക് തമിഴ്നാട്ടിലെ ഒരു അമ്പലത്തിൽ വലിയൊരു പ്രോഗ്രാം വരുന്നത്. ഒരു കൺസേർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി കെന്നിഷ പോയി. ആ സമയത്ത് കെന്നിഷയുടെ കൂടെ ജയൻ രവിയും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അവിടെ വെച്ച് കെന്നിഷ പെർഫോം ചെയ്തു. അന്നേരം ജയൻ രവി എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് കയറി ചെന്ന് കെന്നിഷയെ കെട്ടിപ്പിടിച്ചു, ഒരു അഭിനന്ദനം എന്നോണം. ഇത് പല തമിഴ് ഓൺലൈൻ മാധ്യമങ്ങളും ഏറ്റെടുത്തു. ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ റൂമർ സ്പ്രെഡ് ചെയ്തു. അതോടെ വൻ സൈബർ അറ്റാക്ക് ആണ് കെന്നിഷക്കും ജയൻ രവിക്കും നേരിടേണ്ടി വന്നത്. ഒരു ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ ഒരു കാമുകിയെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ നിനക്ക് നാണമില്ലടാ എന്നുള്ള രീതിയിൽ പലരും ജയൻ രവിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതോടെ കെന്നിഷയ്ക്ക് ഇരിക്കപ്പുറത്ത് കിട്ടാത്ത അവസ്ഥ വന്നു. അങ്ങനെ കെന്നിഷ എന്ത് ചെയ്തു? ഒരു ലൈവ് വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു. എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ജയൻ രവിയുമായിട്ടുള്ള എല്ലാ ബന്ധവും താൻ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് കെന്നിഷ ലൈവിൽ വന്ന് തുറന്നു പറഞ്ഞു. ഇതിന് പിന്നാലെ ജയൻ രവി എന്ത് ചെയ്തു? മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി ഒരു പ്രസ് മീറ്റ് നടത്തി. 26 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസ് മീറ്റ് ആയിരുന്നു അത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ജയൻ രവി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് സ്വന്തം ഭാര്യയായിട്ടുള്ള ആരതിക്കെതിരെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഒന്ന്, കല്യാണം കഴിഞ്ഞ് 2 വർഷം മുന്നേ ഭാര്യ പിരിയും വരേക്കും താൻ ഭാര്യയുടെ അടിമയായിട്ടാണ് ജീവിച്ചിരുന്നത്. തന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഭാര്യയായിരുന്നു. 2, ഇനി ഭാര്യയുമായി പിരിഞ്ഞതിന് ശേഷം മക്കളുടെ ചെലവ് മുഴുവനും താനാണ് നോക്കിയിരുന്നത്. മക്കളുടെ 50 ലക്ഷം രൂപ വരുന്ന സ്കൂൾ ഫീസ് പോലും താനാണ് അടിച്ചിരുന്നത്. എന്നിട്ട് പോലും മക്കളെ കാണാൻ തന്നെ അനുവദിച്ചിരുന്നില്ല എന്നും ജയൻ രവി പറയുന്നുണ്ട്. പിന്നെ 3-മതായി, തനിക്ക് സ്വന്തമായ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അതുപോലും ഭാര്യയുമായിട്ടുള്ള ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു. അതിൽ നിന്നും 1 റുപ്യ വലിച്ചാൽ പോലും ഭാര്യ തന്നെ ചോദ്യം ചെയ്യുമായിരുന്നു എന്നായിരുന്നു ജയൻ രവി പറഞ്ഞു വെക്കുന്നത്. പിന്നെ 4-മതായി, ഏതോ ഇഡ്ലി നടി എന്ന് പറയപ്പെടുന്ന ഒരു നടി താങ്കളുടെ കുടുംബത്തിൽ കയറി കളിക്കുകയും താങ്കളുടെ കുടുംബം കുട്ടിച്ചോറാക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. അത് കുഷ്പമാണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ അവസാനമായി, ഇനി ഭാര്യയുമായിട്ടുള്ള ഡിവേഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ താൻ ഒരു സിനിമയിലും അഭിനയിക്കില്ല എന്നും ജയൻ രവി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവേഴ്സ് പോലും തീരുമാനമായിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ജയൻ രവി പ്രസ് മീറ്റിൽ അവതരിപ്പിച്ചത്. ഇത് കൂടാതെ കെന്നിഷയ്ക്കെതിരെ വന്ന സൈബർ അറ്റാക്കിനെതിരെയും പുള്ളിക്കാരൻ വികാരാതീതനായി സംസാരിക്കുന്നുമുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ജയൻ രവി സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതോടെ വൻ ഇമോഷണൽ സപ്പോർട്ടാണ് ജയൻ രവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ സ്വാഭാവികം. തമിഴ് കണ്ട ഏറ്റവും നല്ല ആക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ആയിരുന്നു ജീവിച്ചിരുന്നതെന്ന് അറിയുമ്പോൾ ആർക്കായാലും സങ്കടം തോന്നിപ്പോകും അല്ലെ? പറയുമ്പോൾ പുള്ളിക്കാരൻ സിനിമയിൽ അഭിനയിച്ച് കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം? അതിലൊരു ഉറുപ്പ്യ പോലും പുള്ളിക്കാരൻ മര്യാദയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ സമ്പാദിക്കുന്നതൊക്കെ? എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജയൻ രവി വെളിപ്പെടുത്തിയതോടെയാണ് ജയൻ രവിയുടെ ഭാര്യയായിട്ടുള്ള ആരതി ജയൻ രവിക്കെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പുള്ളിക്കാരി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് കേട്ടോ പ്രതികരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് പ്രതികരണം അറിയിച്ചത്. ഞാൻ അതവിടെ സൈഡിൽ കൊടുക്കാം, എന്നിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. പുള്ളിക്കാരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹിണിയെ നിങ്ങൾ ഒരിക്കലും ഉണർത്തരുത്. അതൊരു അമ്മ സിംഹിണിയാണെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. എന്റെ മാന്യമായ നിശബ്ദതയെ ഒരിക്കലും നിങ്ങൾ എന്റെ വീക്ക്നെസ് ആയി തെറ്റിദ്ധരിക്കരുത്, അല്ലെങ്കിൽ അതിനെ അനാവശ്യമായി മുതലെടുക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ എന്റെ മക്കളെയും എന്റെ മാനത്തെയും സംരക്ഷിക്കാൻ ഞാൻ എന്റെ എല്ലാ കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി വന്ന് സത്യത്തോടൊപ്പം ഈ ലോകത്തെ നേരിടും. കാരണം സത്യം എല്ലായ്പ്പോഴും ജയിക്കും. ഇതായിരുന്നു പുള്ളിക്കാരിയുടെ വാക്കുകൾ. ഈ വാക്കുകളിൽ ഒരു ഭീഷണിയുടെ സ്വരം ഇല്ലാതില്ല അല്ലെ? ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹിണിയെ ഉണർത്തരുത് എന്നൊക്കെ പറയുമ്പോൾ അതെന്തുദ്ദേശം വെച്ചാണ് പറഞ്ഞു എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. എന്നോട് കളിക്കാൻ നിന്നാൽ നിന്റെ വിവരം അറിയും എന്നാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ഒരു ഒറ്റ പോസ്റ്റിൽ നിന്ന് തന്നെ ആരതിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാമല്ലോ. ഇവിടെ ജയൻ രവി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തെറ്റാണെന്നുണ്ടെങ്കിൽ, കളവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ആ രീതിയിലായിരിക്കുമല്ലോ പ്രതികരിക്കുക. പറഞ്ഞതെല്ലാം കള്ളമാണ്, ഞാൻ സത്യം ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതായിരിക്കും പറയുക. ഒരിക്കലും ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന സിംഹിണിയെ ഉണർത്തരുത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. പുള്ളിക്കാരുടെ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആണെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഓരോരുത്തരുടെ വാക്കുകളുടെ ടോണിൽ നിന്നാണല്ലോ നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടർ വായിച്ചെടുക്കാൻ പറ്റുന്നത്. പാവം ആ ജയൻ രവിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഇത്രയും കാലം പൊറപ്പിച്ചല്ലോ, സമ്മതിച്ചെന്ന് കേട്ടോ. 18 വർഷമാണ് ആരതിന്റെ കൂടെ ജയൻ രവി ജീവിച്ചത്. അതിനിടയിൽ ഈ മനുഷ്യൻ അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല. എന്തായാലും എപ്പോഴെങ്കിലും അതിൽ നിന്നൊരു മോചനം കിട്ടില്ലോ, വളരെ നല്ല കാര്യം. പക്ഷെ ഇതുകൊണ്ടൊന്നും ആരതി ജയൻ രവിനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിഴിഞ്ഞ് ചണ്ടി പുറത്തെടുത്തതിന് ശേഷം മാത്രമേ ജയൻ രവിനെ ആരതി വെറുതെ വിടത്തുള്ളൂ. അത് ആരതിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് ജയൻ രവി നല്ലോണം അനുഭവിക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാം നേരിട്ടാളൊരു മനഃശക്തി ആ മനുഷ്യനുണ്ടാവട്ടെ, അത്ര ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനി ജയൻ രവിയുടെ അമ്മായിയമ്മ അഥവാ ആരതിന്റെ അമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു.
അതിൽ പുള്ളിക്കാരുടെ സംസാരത്തിൽ പോലും ജയനബി പറഞ്ഞ കാര്യങ്ങൾ പലതും സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. പുള്ളിക്കാരി തമിഴാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം. മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എത്തുമ്പോൾ മാത്രം ക്ലിപ്പ് വെച്ചിട്ട് ബാക്കി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ജയന്റെവിയുടെ അമ്മായിമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനല്ല, എങ്കിലും നിങ്ങളുടെ ബഹുമാനത്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 വാക്കുകൾ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സംഭവങ്ങൾ വളരെ ദുഃഖകരമാണ്. 1.5 വർഷം മുമ്പുണ്ടായ എല്ലാ അപവാദങ്ങളും ഇപ്പൊ കോടതിയിലാണ്. ഇതിനകം കോടതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറലോകത്ത് വന്ന് സംസാരിച്ചിരിക്കുകയാണ് എന്റെ മരുമകനായിട്ടുള്ള ജയന്റെവിയും എന്റെ മകളായിട്ടുള്ള ആരതിയും പിരിഞ്ഞ് താമസിക്കുന്നതിന് മുമ്പും, അതായത് 1.5 വർഷങ്ങൾക്ക് മുമ്പും പരോക്ഷമായി നിരവധി വ്യാജ ആരോപണങ്ങളും അപവാദങ്ങളും പ്രചരിച്ചിരുന്നു. എങ്കിലും വിഷയം കോടതിയിലായതിനാൽ ഞങ്ങൾ ഇതേവരെയും ഒന്നിനും വിശദീകരണം നൽകിയിരുന്നില്ല. കാരണം അത് കോടതിയുടെ മാന്യതയാണ്. കോടതിയുള്ള വിഷയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. പക്ഷേ ജയന്റെവിക്ക് എന്ത് മാനസിക സമ്മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചിരുന്നത്. എന്തായാലും ജയന്റെവിന്റെ സംസാരം കേട്ട് ഞാൻ കരയുകയോ ഇമോഷണൽ ആവുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാനും എന്റെ മകളും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എല്ലാ ആരോപണങ്ങൾക്കും ഞങ്ങൾ മറുപടി നൽകും. എന്നിരുന്നാലും വിഷയം ഇപ്പൊ കോടതിയിലായതിനാൽ നിയമോപദേശം ഇല്ലാതെ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു ദിവസം ഞങ്ങൾ നിങ്ങളെ വന്ന് കാണും, തെളിവുകളോടെ മറുപടി പറയും. എന്നാൽ ഇപ്പൊ ഞങ്ങൾ ഇത് വലിയ വിഷയമാക്കാത്തത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇത്രയുമാണ് പുള്ളിക്കാരി തുടക്കത്തിൽ സംസാരിച്ചു വെച്ചത്. ഇനി ആ കാരണം എന്താണെന്നുള്ളത് പുള്ളിക്കാരി തുടർന്ന് പറയുന്നുണ്ട്. അന്ന് കേട്ടോ. ஒரே ஒரு விஷயம் ஏன் நான் இது பெருசப்படுத்தலைன்னா, ஒரு 16 வயசு பையன் இன்னைக்கு அவருக்கு பப்ளிக் எக்ஸாம் 10வது படிக்கிறாரு என் பேரன். இன்னைக்கு அவர் நிலைமை நீங்க யோசிச்சு பாருங்க. எக்ஸாம் எழுதிட்டு வெளியே வரும்போது எத்தனை மன உளைச்சல்ல அந்த பையன் இருக்கான்றது நீங்க புரிஞ்சுக்கிங்க. அதே நேரத்தில் அந்த பசங்களை என்ன துரதிருஷ்டமோ தெரியல, பார்க்க கூடாதெல்லாம் பார்த்துருக்காங்க, கேட்க கூடாதெல்லாம் கேட்டிருக்காங்க, ரொம்ப மன உளைச்சல்ல இருக்காங்க. இதுக்கு மேல மன உளைச்சல் கொடுக்கறதுக்கு நான் ஒரு பொறுப்பானவள் அந்த என்னோட கடமை அந்த பசங்களுக்கு மன உளைச்சல் கொடுக்க கூடாதுன்றது தான். கண்டிப்பா அத்தனை பொய்யான அவதூறுகளுக்கும் சம்பந்தப்பட்ட அவங்க கண்டிப்பா உங்களுக்கு பதில் சொல்லுவாங்க. எம்எல்ஏ வந்திருக்க அவதூறுகளும் நானும் பதில் சொல்லுவேன். പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ആരതിയുടെയും ജയന്റെവിയുടെയും 16 വയസ്സുള്ള ഒരു കുട്ടി ഇപ്പൊ പബ്ലിക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ മകന് 10ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ എഴുതി പുറത്തിറങ്ങുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവന് വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. ആ കുഞ്ഞിപ്പോൾ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ കാണുകയും കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയുമാണ്. അതും സ്വന്തം അച്ഛനിൽ നിന്ന്. അവൻ വളരെ മാനസികമായി തകർന്നിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ അവനൊരു മാനസിക സമ്മർദ്ദം നൽകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രാൻഡ് മദറാണ് ഞാൻ. എന്റെ കടമ എന്ന് പറയുന്നത് എന്റെ പേരക്കുട്ടിക്ക് മാനസിക സമ്മർദ്ദം വരുത്താതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ വ്യാജ ആരോപണങ്ങൾക്കും ഞങ്ങൾ മറുപടി നൽകും. എന്റെ മകൾക്കെതിരെ വന്ന എല്ലാ ആരോപണങ്ങൾക്കും ഞങ്ങൾ മറുപടി നൽകും. നിങ്ങൾ കുറച്ചു കാലം ഒന്ന് കാത്തിരിക്കണം എന്നാണ് പുള്ളിക്കാരി ഇത്രയും പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ആരതിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. അത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ആരതി ജയന്റെവി വിഷയവുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നതിൽ കോടതിയിൽ നിന്നും വിലക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ആരതിയും ജയന്റെവിയും തമ്മിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കോടതിയിൽ നിന്ന് വിലക്കുണ്ടോ? അവർ തമ്മിൽ ഇപ്പൊ സംസാരിക്കാറുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനുള്ള മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. நீதிமன்றத்துல எந்த மாதிரியான தடைமேடம் இருக்கு? ரெண்டு பேரும் பேசக்கூடாதா? இல்ல அதேதான் இப்ப என்ன பேசிருக்காங்களோ அதேதான். வேற எந்த புதுசும் ஒண்ணுமே இல்ல. இன்னைக்கு எந்த மன அழுத்தம்னு எனக்கு தெரியல. അതെ, കോടതിയിൽ നിന്നുള്ള വിലക്കുണ്ട്. അവർ തമ്മിൽ പോലും സംസാരിക്കുന്നതിൽ കോടതിയിൽ വിലക്കുണ്ട്. എന്നിട്ടും എന്ത് മാനസിക സമ്മർദ്ദത്തിന് പുറത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി ജയന്റെവി പബ്ലിക്കിന് മുന്നിൽ പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കുട്ടികളെ കാണാൻ വേണ്ടി ആരതി ജയന്റെവിയെ അനുവദിക്കുന്നില്ല എന്ന് ജയന്റെവി പറഞ്ഞല്ലോ, അത് സത്യമാണെന്നുള്ളതാണ്. അതിനുള്ള പുള്ളിക്കാരുടെ മറുപടി നമുക്കൊന്ന് കേട്ടോ. பசங்களை பார்க்கவே விடுறதெல்லாம் சொல்லிருக்காரு ஜெயம்பி, உண்மையா அது? பொய் இல்ல. அது யாராலையுமே பண்ண முடியாது. അത് പച്ചക്കള്ളമാണ്. അവരച്ഛനും മക്കളുമാണ്. അവരെ പിരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇനി മാധ്യമങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ജയന്റെവി പറഞ്ഞല്ലോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് തന്നെ വിവാഹം കഴിപ്പിച്ചതെന്ന്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അതറിയാലോ. ജയന്റെവി പ്രസ് മീറ്റിനിടയിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ മുറിച്ച് ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആരതി തന്നെ വിവാഹം കഴിച്ചതെന്നൊക്കെ ജയന്റെവി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ള പുള്ളിക്കാരുടെ മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം. ஜெயம் ரவி அவங்களுக்கான திருமணமே பிளாக்மெயில் பண்ணி தான் கல்யாணம் பண்ணாங்கன்னு ஒரு மிகப்பெரிய ஒரு குற்றச்சாட்டை வச்சிருக்காரு. அது எப்படி பாக்குறீங்க? உங்களுக்கு 2008 நீங்க ஒரு விகடன்ல ஒரு இது வந்திருக்கு, ஒரு இன்டர்வியூ இல்ல, ஒரு பேஜ் ஃபுல்லா வந்திருக்கு. கண்டிப்பா நான் அது எப்படி தேடி கண்டுபிடிச்சு எடுப்பேன். அதுல யாரு பிளாக்மெயில் பண்ணி யாரு கையை அறுத்துக்கிட்டு கல்யாணம் கேட்டாங்கன்றது 2008லயே வந்திருக்கு.
ഓക്കെ 2008 ജയൻ രവി ഏതൊരു മാഗസീനിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ജയൻ രവി നേരെ തിരിച്ചാണ് പറഞ്ഞത്. ജയൻ രവിയാണ് കൈ മുറിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആരതിയെ കെട്ടിയത്. അത് അന്നത്തെ ഇന്റർവ്യൂവിലും ജയൻ രവി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്ന് തപ്പിപ്പിടിച്ചെടുത്ത് കൊണ്ടുവരാം എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി മാധ്യമങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആരതിയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യം തീരുമാനമാകാതെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് ജയൻ രവി പറഞ്ഞല്ലോ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇനി അതിനെ കുറിച്ചുള്ള പുള്ളിക്കാരുടെ മറുപടി ഒന്ന് കേട്ടോക്കാം. அது அவரோட இஷ்டங்க. இத்தனை வருஷமா வந்துட்டு இல்லாத ஒரு முடிவு எடுத்திருக்காங்கன்னா அது வந்துட்டு எங்களுக்கு சம்மந்தப்பட்டது இல்ல. ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇത്രയും കാലം എടുക്കാത്ത ഒരു തീരുമാനം ജയൻ രവി ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം. അതിന്റെ മറുപടിയും പ്രസക്തമാണ്. ആ ചോദ്യം ഇതാണ്: ഞാൻ സമ്പാദിക്കുന്ന ഒരു പണം പോലും എനിക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല, എന്റെ അക്കൗണ്ട് പോലും എന്റെ ഭാര്യ വീട്ടുകാരെ കൈക്കലാക്കി എന്ന് ജയൻ രവി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള ആരതിയുടെ അമ്മയുടെ മറുപടി ഒന്ന് കേട്ടു. சம்பாதிக்கிற காசு கூட என்ன செலவழிக்க விடுவது கிடையாது. எனக்கு இந்த ஒரு அக்கௌண்ட்டையும் அவங்க வந்து அபகரிச்சிட்டாங்க அப்படின்னு உங்க மேலேயும் மகள் மேலேயும் ஒரு குற்றச்சாட்டு வச்சிருக்காங்க. இந்த அவதூறு வந்துட்டு ஏற்கனவே வந்துட்டு கோர்ட்லயே கொடுத்துருக்காங்கங்க. ஒரு கல்யாணம் ஆகி வந்து புருஷன் பொண்டாட்டி ஆனதுக்கு அப்புறம் உன் அக்கௌண்ட் என் அக்கௌண்ட்னு எனக்கு தெரியல. அது இப்ப மாறி இருக்கலாம். ஆனா வந்துட்டு ஒரு குடும்பமா இருக்கும்போது எல்லாமே ஒண்ணுதான். എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞ മറുപടി മനസ്സിലായി. വിവാഹത്തിന് ശേഷം നിന്റെ അക്കൗണ്ട് എന്റെ അക്കൗണ്ട് എന്നൊക്കെ ഉണ്ടോ? വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ അക്കൗണ്ട് ഭാര്യയുടേതും കൂടിയാണ്, ഭാര്യയുടെ അക്കൗണ്ട് ഭർത്താവിന്റേതും കൂടിയാണ്. ഇപ്പൊ പക്ഷെ ചിലപ്പം കാലം മാറിയിരിക്കാം. പക്ഷെ കുടുംബമായി ജീവിക്കുമ്പോൾ എല്ലാ അക്കൗണ്ടും ഒന്നാണ്. ഭാര്യയുടേത് ഭർത്താവിന്റേതും ഭർത്താവിന്റേത് ഭാര്യയുടേതും കൂടിയാണ്. എങ്ങനെ ഇരിക്കുന്നു പുള്ളിക്കാരന്റെ മറുപടി? ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ പുള്ളിക്കാർ പരോക്ഷമായി സമ്മതിക്കാണല്ലോ തന്നെ മകളായിട്ടുള്ള ആരതി ജയൻ രവിയുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിരുന്നു എന്നുള്ളത്. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. ഇങ്ങനെ സമ്പാദിക്കുന്ന മുഴുവനും ഭാര്യയുടെ അനുവാദമില്ലാതെ ചെലവാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞില്ലേ. ഇനി മാധ്യമങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഭാര്യ വീട്ടുകാരുടെ ചികിത്സാ ചെലവിനായി മാസം 25,000 രൂപ ജയൻ രവി അയച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള പുള്ളിക്കാരുടെ മറുപടി ഒന്ന് കേട്ടോ. கூட மாதம் 25,000 ரூபாய் பணம் கூட அவர் தான் அனுப்பிச்சுக்கிட்டு வந்ததா வந்து அவர் வந்து சொல்லியிருக்காரு. மகன்களுடைய 50 லட்சம் இல்ல இல்ல இது மருத்துவத்தை வந்து நான் சொல்றேன். அதாவது அந்த மாதிரி ஒரு நடக்கல. இருந்தாலும் அப்படி பண்ண ஒரு മാപ്പിളയാ വന്നിട്ട് അവരുടെ കടമ അവർ സെഞ്ചിരിക്കാറെന്ന് തന്നെ നിனைக்கிறேன். ഹേയ് അങ്ങനൊന്നുമില്ല. ഇനി മൂപ്പര് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മരുമകന്റെ കടമയാണ്, അത്രേ ഉള്ളൂ എന്നതാണ് ഇതിന് കൊടുത്ത മറുപടി. ഇനി അടുത്ത മാധ്യമങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ജയൻ രവിക്കെതിരെയും ജയൻ രവിയുടെ ഗേൾഫ്രണ്ട് ആയ കെന്നിഷയ്ക്കെതിരെയും ഉണ്ടായ സൈബർ ആക്രമണത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതിനുള്ള പുള്ളിക്കാരുടെ മറുപടി ഒന്ന് കേട്ടോക്കാം. இது வரைக்கும் நீங்க பாத்திருக்கீங்க சார். நான் வந்துட்டு நாங்க வந்து ஒரு 2 வருஷமா வந்துட்டு எதுவுமே பேசினதே இல்லை. உங்களுக்கே தெரியும். சைபர் தாக்குதல் பண்ணாங்க, அதனாலதான் ஃபேமிலியில பிரச்சனை, அதனாலதான் கெனிசா போயிட்டாங்கன்னு சொல்லியிருக்காங்க. அது சம்பந்தம் இல்ல, அதனாலதான் இப்போ அதுக்கு நாங்க வந்துட்டு சைபர் கிரைம்ல வந்துட்டு கொடுக்க போறோம். ஏன்னா அப்படியே இது வந்து பலான ஆள் கொடுக்கலன்னா അത് യാർ കൊടുത്താങ്ങട്ടത് ഞങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പോവാണ്. ആരൊക്കെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നത്, അത് ആരാണെന്നുള്ളത് കണ്ടെത്തണം എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് 3 അക്ഷരമുള്ള ഒരു ഇഡ്ലി നടി ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ച് ഞങ്ങളുടെ കുടുംബം കുളം തോണ്ടി എന്ന് ജയൻ രവി പറഞ്ഞല്ലോ. അതുപോലെ ഇത്രയും കാലം ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നും ജയൻ രവി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ പുള്ളിക്കാരുടെ മറുപടി ഒന്ന് കേട്ടോ. 3 எழுத்து நடிகை அப்படின்ற மாதிரி யாரோ சொல்லிருக்காங்க. இல்ல மகன்களுக்காக தான் நான் உயிரோடயே இருக்கேன். ஆனா அந்த அப்படிப்பட்ட மகன்களே எல்லா பேரண்ட்ஸும் அதுக்காக தான் இருக்காங்க. நானும் என் பிள்ளைங்க பொண்ணுங்களுக்காக தான் நான் இருக்கேன். நான் பெத்த பொண்ணுங்களை நான் பாத்துக்கிறேன். அவங்கவுங்க பெத்த பசங்களை அவங்க பார்க்க விட மாட்டாங்கன்ற ஒரு குற்றச்சாட்டு. பாத்துக்கணும்ன்றது வந்துட்டு பொறுப்பேத்துக்கணும். അവങ്ങളോട് വന്നിട്ട് വാഴ്വാധാരത്തെ പാക്കണോണ്ടത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം പുള്ളിക്കാരൻ നൈസായിട്ട് സ്കിപ്പ് ചെയ്തില്ലേ. ആ ഇഡ്ലി നാടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പുള്ളിക്കാരൻ മറുപടി പറഞ്ഞില്ല, നൈസായിട്ട് ഒഴിഞ്ഞു മാറി. മറുപടി പറഞ്ഞ രണ്ടാമത്തെ ചോദ്യത്തിനാണ്. അതിന് പുള്ളിക്കാർ കൊടുത്ത മറുപടി എന്താണ്? എല്ലാവരും മക്കൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, ഞാനും എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്, എല്ലാവരും അങ്ങനെ ജീവിക്കണം. ഇനി മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളണം എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ജയൻ രവി എപ്പോഴാണ് മക്കളെ അവസാനമായി കണ്ടത് എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള പുള്ളിക്കാരന്റെ മറുപടി ഒന്ന് കേട്ടോക്കാം. வாழ்வாதாரத்தை பார்க்கணும்ன்றது. கடைசியா ஜெயன் ரவி அவங்களோட பசங்களை எப்போ பார்த்தாங்க? இந்த 2 வருஷத்துல வந்து 2 வாட்டி பார்த்திருக்கேன். ഓക്കെ, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 2 വട്ടം വന്ന് കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് എന്റെ ജീവന് പോലും എനിക്ക് ഉറപ്പില്ല, എന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് ജയൻ രവി പ്രസ് മീറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള മറുപടി കൂടി കേട്ടോക്കാം. கூட உத்தரவாதம் கிடையாது, நான் வந்து என்ன நாளைக்கு பண்ணிக்குவேன், ஆனா போக முன்னால நான் வந்து நிறைய விஷயத்தை சொல்லிட்டு போகும் மாதிரி நீங்க ரொம்ப இதா சொல்லிருக்கீங்க சார். 2 வருஷத்துக்கு முன்னாடி வரைக்கும் எந்த பொறுப்பு இருந்தாலும் நாங்கள் ஏற்றுக்கலாம். 2 வருஷத்துக்கு இந்த ஆல்மோஸ்ட் 2 இயர்ஸ் ஆகுது. இப்போ அவர் என்ன முடிவு எடுத்திருக்காரோ என்னன்றதோ வந்துட்டு அவரோட பர்சனல் இருந்தாலும்
இன்னைக்கு கூட அவர் மேல மரியாதை வச்சிருக்கோம். இது வரைக்கும் எந்த தப்பும் பேசினதில்லை. ഇനിമേല വന്നിട്ട് ഫ്യൂച്ചറിൽ കൂടെ പേസ മാട്ടോം. 2 വർഷം മുമ്പ് വരെ, അതായത് ആരതിയുമായി പിരിയുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്താലും ഞങ്ങൾ അത് ഏറ്റെടുത്തേനെ. ഇനിയിപ്പം ജയദേവി എന്ത് തീരുമാനം എടുത്താലും ജയദേവിക്ക് എന്തൊക്കെ സംഭവിച്ചാലും അത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇന്നും ജയദേവിയോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. ഇതുവരെയും ഞങ്ങൾ ഒരു തരത്തിലും ജയദേവിയോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, ഇനി സംസാരിക്കുകയുമില്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ഇഡ്ലി നടയെ കുറിച്ച് ഒന്നും കൂടി മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം പുള്ളിക്കാർ ഉരുണ്ട് കളിക്കുന്നുണ്ട്. നമുക്ക് ഉരുണ്ടുകളി കണ്ടോക്കാം. தொடர்ந்து ஆர்த்தி அவங்களுக்காக வந்து குரல் கொடுத்து நிறைய நடிகைகள் பேசினாங்க. அதில் குறிப்பா வந்து 3 எழுத்து இட்லி பேர் கொண்ட நடிகைன்னு சொல்லியிருந்தாங்க. குஷ்பு மேமும் அதுக்கு வந்து அவங்களுடைய விளக்கம் கொடுத்திருந்தாங்க. அதை பத்தி தமிழ்நாட்டில் வந்து ஒரு பொண்ணுக்கு அநியாயம் நடக்குதுன்னா எல்லா பெண்களும் வந்துட்டு சப்போர்ட் பண்ணுவாங்க. இதுதான் நம்ம தமிழ்நாடு. அப்படி இருக்கும்போது பர்டிகுலர் 2-3 பேர் வந்துட்டு சப்போர்ட் பண்றாங்கன்றது வந்துட்டு அது நான் ஒத்துக்க மாட்டேன். அவங்க நீங்க அக்கௌண்ட்ல போய் பாத்தீங்கன்னா மில்லியன்ஸ் ஆஃப் பீப்புள் இருக்காங்க. அத்தனை பேரும் அவங்களுக்கு சப்போர்ட் பண்றாங்க. இதை நான் ஏன் இதுக்கு மேலே பேச மாட்டேன்னா, தயவு செய்து இது வந்து கண்டெம்ட் ஆஃப் த கோர்ட். எங்களுக்கு வந்து சட்டத்து மேலே நம்பிக்கை இருக்கு. கண்டிப்பாக சட்டம் தன் கடமை செய்யும். நாங்கள் வந்துட்டு உங்களுக்கு இத்தனை அலிகேஷன்ஸ்க்கு நாங்கள் வந்து நேரில் வந்து பதில் சொல்லுவோം. கொஞ்சம் അവകാശം കൊടുക്കും. നൈസായിട്ട് പുള്ളിക്കാരൻ കൂടെ ഒഴിഞ്ഞു മാറില്ലേ? പറഞ്ഞ ഉത്തരം കേട്ടില്ലേ നിങ്ങൾ? തമിഴ്നാട്ടിൽ ഒരു സ്ത്രീക്ക് അന്യായം നടന്നു കഴിഞ്ഞാണെങ്കിൽ എല്ലാ സ്ത്രീകളും കൂടെ നിൽക്കും. അതാണ് നമ്മുടെ തമിഴ്നാട്. അതുകൊണ്ട് നിങ്ങൾ 2-3 പേരുടെ കാര്യം മാത്രം എടുത്തു പറയേണ്ടതില്ല. ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ആരതിന്റെ അക്കൗണ്ട് പോയി എടുത്തു നോക്കൂ. മില്യൺ കണക്കിന് ആളുകളാണ് അവളെ പിന്തുണയ്ക്കുന്നത്. അതുപോലെ എന്തായാലും ഇനി ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കില്ല. ദയവായി നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്. ഞങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്. നിയമം തന്റെ കടമ നിർവഹിക്കും. എല്ലാ ആരോപണങ്ങൾക്കും ഞങ്ങൾ നേരിട്ട് വന്ന് തെളിവുകളോട് മറുപടി നൽകും. കുറച്ച് സമയം തരൂ എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും പറഞ്ഞ് പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങോട്ട് സ്കൂട്ടായി. എന്തായാലും പുള്ളിക്കാരുടെ സംസാരത്തിൽ നിന്നും ഉരുണ്ടുകാടയിൽ നിന്നും ഒക്കെ കുറെയൊക്കെ ജയദേവി പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ആ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.